ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണത്തിന്റെ അവസാന ദിനമായ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേന്ദ്ര സർക്കാർ ജാർഖണ്ഡിനെതിരെ പ്രവർത്തിക്കുകയാണെന്നും സംസ്ഥാനത്തിന് അനുവദിക്കേണ്ട 1.36 ലക്ഷം കോടി രൂപ കുടിശ്ശിക ഇതുവരെ നൽകിയിട്ടില്ലെന്നും രാഹുൽ ആരോപിച്ചു. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടം രണ്ട് ആശയങ്ങൾ തമ്മിലുള്ളതാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും രാഹുൽ വ്യക്തമാക്കി. ഈ തിരഞ്ഞെടുപ്പ് പ്രത്യയശാസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. ഒരു വശത്ത് ഭരണഘടനയെ സംരക്ഷിക്കുകയും പാവപ്പെട്ടവരുടെയും ആദിവാസികളുടെയും സർക്കാർ നയിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ സഖ്യമാണ്. മറുവശത്ത് ഭരണഘടനയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികളാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഭരണഘടന മാറ്റണമെന്നാണ് BJPയുടെയും RSSന്റെയും നിലപാടെന്നും എന്നാൽ ഞങ്ങൾ ജാതി സെൻസസ് നടത്തുമെന്നും 50% സംവരണ പരിധി എടുത്തു കളയുമെന്നും രാഹുൽ പറഞ്ഞു. ജാർഖണ്ഡിൽ ST സംവരണം 26% നിന്ന് 28%, SC സംവരണം 10% നിന്ന് 12%, OBC സംവരണം 14% നിന്ന് 27% ഉയർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. JMM കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയാൽ നെല്ലിന്റെ MSP വർദ്ധിപ്പിക്കും. ഇന്ന് കർഷകർക്കുള്ള നെല്ലിന്റെ MSP ക്വിന്റലിന് 2400 രൂപയാണ്. സംസ്ഥാനത്ത് ഞങ്ങളുടെ സർക്കാർ രൂപീകരിച്ചാൽ ജാർഖണ്ഡിലെ കർഷകർക്ക് നെല്ലിന് ക്വിന്റലിന് 3200 രൂപ നൽകും. അടുത്ത 5 വർഷത്തിനുള്ളിൽ 10 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ ശ്രമിക്കുമെന്നും രാഹുൽ പറയുകയുണ്ടായി. 81 അംഗ നിയമസഭയാണ് ജാർഖണ്ഡിലേത്. 2 ഘട്ടങ്ങളിലായാണ് ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടം നവംബർ 13-ന് കഴിഞ്ഞിരുന്നു. അന്ന് 43 സീറ്റുകളിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ്. രണ്ടാം ഘട്ടം നവംബർ 20-നാണ്. 38 സീറ്റുകളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നവംബർ 23-ന് മഹാരാഷ്ട്രയോടൊപ്പം ജാർഖണ്ഡിലെയും ഫലമറിയാം. അതേസമയം മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചരണം അവസാനിച്ചു. മഹാരാഷ്ട്രയിൽ 288 സീറ്റുകളാണ് ഉള്ളത്. മഹായുതി സർക്കാരാണ് നിലവിൽ സംസ്ഥാനം ഭരിക്കുന്നത്. ഇത്തവണ അതിശക്തമായ പോരാട്ടമാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത്. BJP നയിക്കുന്ന മഹായുതി സഖ്യത്തിൽ ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയും അജിത് പവാറിന്റെ NCPയും ഉൾപ്പെടുന്നു. ശിവസേനയും NCPയും രണ്ടായി പിളർന്നതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പാണിതെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇക്കുറിയും സംസ്ഥാനത്ത് അധികാരം നിലനിർത്താനാകുമെന്നാണ് ഭരണമുന്നണിയായ NDAയുടെ പ്രതീക്ഷ. മഹായുതിക്കു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ പ്രചരണത്തിനെത്തിയിരുന്നു.